എലവഞ്ചേരി കരിങ്കുളം തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജ് മലയാള വിഭാഗം അസോസിയേഷന്റെ സാഹിത്യ ഭാഷ എന്ന പേരിൽ ആഘോഷിച്ചു. നിരൂപകൻ മനോജ് വീട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. ഓരോ മനുഷ്യരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന തുറവികൾ കിട്ടാൻ വേണ്ടിയാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അത്രയുള്ളൂ. നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ കാരണം നിങ്ങളെക്കാൾ 10 കൊല്ലം മുമ്പ് ജനിച്ചു എന്ന് മാത്രമാണ്, കാര്യമൊന്നുമില്ല. അതുകൊണ്ടുള്ള എന്താ പറയാ, കൂടുതൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, കൂടുതൽ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല. അത് എനിക്കിങ്ങനെ പറയാൻ തോന്നലെന്ന് വെച്ചാൽ ടീച്ചറുടെ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ ടീച്ചറൊക്കെ പറഞ്ഞതിന്റെ കഥ മീശയൊക്കെ ഇപ്പൊ കേട്ടു എന്നുള്ളത് വായിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. മീശയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ട് ഏതാണ്ടൊരു 4 കൊല്ലം മുമ്പൊക്കെ ഞാൻ പറഞ്ഞൊരു സാധനമാണ് മീശയെക്കുറിച്ച് ഇപ്പൊ കേൾക്കുന്നത്. അത് വലിയ സന്തോഷമാണ്. മീശ വന്ന കാലത്ത് മീശയെക്കുറിച്ച് ഏറ്റവും വ്യത്യസ്തമായ നിരീക്ഷണം നടത്തിയത് ഞാനാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. കാരണം മീശ മീശയുടെ കഥ അറിയോ, ചരിത്രം അറിയോ? ഇല്ല. മീശ എന്ന നോവലിനെ കുറിച്ച് അറിയോ? വായിച്ചിട്ടുണ്ടാണെങ്കിലും മലയാളം BA-കാരല്ലേ എല്ലാവരും? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാനുള്ള വകുപ്പ് അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സഖ്യഭാഷ എന്ന വിഷയം എനിക്ക് പോസ്റ്റ് ഇട്ടുന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ മെസ്സേജ് അയച്ചു. സഹിക്കാവുന്ന ഭാഷ എന്നാണ് ഭാഷ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ജയശീലൻ അധ്യക്ഷനായി. കോളേജ് CEO MK പുഷ്കരൻ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ N ഷീബ, P ജയശ്രീ, ടിൻറ്റു വേണുഗോപാൽ, K മനോജ്, K ആതിര, P ശിവൻ, EN രവീന്ദ്രൻ, P ദിയ, K സരിത എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.